അവ്യക്ത സന്ദേശം. ബാബയുടെ അടുത്ത് വതനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. ബാബയുടെ സമീപം എത്തിച്ചേരുമ്പോൾ മുൻകൂട്ടി തന്നെ ബാബയുടെ അടുത്ത് ഓർമ്മകൾ എത്തിച്ചേരുന്നു. ഞാൻ ബാബയോട് പറഞ്ഞു, വിശേഷിച്ച് ബാബയ്ക്ക് ഭോഗ് അർപ്പിക്കുന്ന കുട്ടികളുടെയും ബാബയുടെ ബ്രാഹ്മണരായ കുട്ടികളുടെയും വിശേഷിച്ച് ദീദിക്കും നിമിത്തമായി എല്ലാവരുടെയും ഓർമ്മകളുമായി എത്തിച്ചേർന്നിരിക്കുകയാണ്. ബാബയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഉടനെ അവതേഷ് ബഹൻ ബാബയുടെ മുന്നിൽ എമർജായി. വളരെ സുന്ദരമായ അലങ്കരിക്കപ്പെട്ട മൂർത്തിയുടെ രൂപത്തിൽ ബാബയുടെ കൂടെ ഇരുന്നു. അപ്പോൾ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, താങ്കൾ വളരെ അലങ്കൃതമായി സുന്ദരമായി തോന്നുകയാണ്. അപ്പോൾ ദീദി പറഞ്ഞു, എന്നെ ബാബയാണ് അലങ്കരിച്ചത്. അലങ്കരിച്ച് വതനത്തിൽ വിളിച്ച് ഇരുത്തിയിരിക്കുകയാണ്. ദീദി പറഞ്ഞു, രുക്മിണി, പുറമേ കാണുന്ന ഈ അലങ്കാരമുണ്ടല്ലോ, ഇതല്ല അലങ്കാരം. എന്നാൽ ബാബ എന്നെ എല്ലാ പ്രകാരത്തിലും ഓരോ ഗുണങ്ങൾ കൊണ്ടും ഓരോ ശക്തികൾ കൊണ്ടും വളരെയധികം അലങ്കരിച്ചു. ജീവിതത്തിൽ ബാബയുടെ, മമ്മയുടെ, ദാദിമാരുടെ കാര്യങ്ങൾ സദാ സ്മൃതിയിൽ ഇരിക്കുന്നു. അകമേയും പുറമേയും വളരെയധികം പ്രസന്നമായും വിശാല മനസ്കയായും നിശ്ചിന്ത ആത്മാവായും തോന്നുന്നുണ്ടായിരുന്നു. ബാബ പറഞ്ഞു, കുട്ടി, ബാബയുടെ അടുത്തേക്ക് അനേകം കുട്ടികൾ വരുന്നു. അനേകം കുട്ടികളുടെ ഓർമ്മയും സ്മൃതികളും ബാബയുടെ മസ്തകത്തിൽ പതിയുന്നു. ബാബ ഓരോ കുട്ടിയുടെയും ഭാഗ്യവും പുരുഷാർത്ഥവും കർമ്മവും നോക്കുന്നു. ഈ കുട്ടിയും എപ്പോൾ മുതലാണോ ജ്ഞാനത്തിൽ വന്നത്, അപ്പോൾ മുതൽ ഈ കുട്ടി തൻ്റെ ജീവിതത്തെ വളരെയധികം ശ്രേഷ്ഠമാക്കുന്നതിൻ്റെ, തൻ്റെ ജീവിതം ഉയർന്നതാക്കുന്നതിൻ്റെ സങ്കല്പം തുടക്കം മുതലേ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ്, 60-65 വർഷങ്ങൾക്ക് മുമ്പ് ജ്ഞാനമെടുത്തു. ലോകത്തിൻ്റെ മുന്നിൽ പരാകാഷ്ഠ ഇല്ലാതിരുന്നത് കാരണം ഈ കുട്ടി തൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും അഭിമുഖീകരിച്ചു, സഹിക്കുകയും ചെയ്തു. എന്നാൽ അകമയെ ഒരിക്കലും ധൈര്യം നഷ്ടപ്പെടുത്തിയില്ല. ആ ബലവും ധൈര്യവും കാരണം ഈ കുട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ബാബ ഇങ്ങനെ ദീദിയുടെ നേർക്ക് നോക്കിക്കൊണ്ട് കേൾപ്പിക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, അതിനാൽ ബാബയുടെ അടുത്ത് ഓരോ കുട്ടിയുടെയും കർമ്മത്തിൻ്റെ കണക്കുകൾ എന്താണോ, ബാലൻസ് ഉള്ളത് എന്താണോ, ശേഖരണത്തിൻ്റെ കണക്ക് എന്താണോ, അത് ബാബ വളരെ സ്നേഹത്തോടെ നോക്കുന്നു. ബാബ പറഞ്ഞു, ഈ കുട്ടി എന്തെല്ലാം ചെയ്തുവോ അതിൻ്റെ പ്രാപ്തിയും കുട്ടിയുടെ പുരുഷാർത്ഥവും ഭാഗ്യവും കണ്ടുകൊണ്ട് ബാബ നല്ലൊരു സ്ഥാനത്ത് പുതിയ സേവനത്തിന് നിമിത്തമാക്കും. അപ്പോൾ ഞാൻ അവതേഷ് ദീദിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എല്ലാവരുടെയും ഓർമ്മകളുമായി എത്തിച്ചേർന്നിരിക്കുകയാണ്. താങ്കൾക്ക് എന്തെങ്കിലും പറയണമോ? അപ്പോൾ ദീദി പറഞ്ഞു, ഞാൻ ആദ്യമേ തന്നെ നിശ്ചിന്തമായിരുന്നു. കാരണം എല്ലാവരും സ്വന്തം കാലിൽ നിൽക്കണം. ബാബ എന്താണോ ജീവിതത്തിൽ പഠിപ്പിച്ചത് അത് പഠിച്ച് ആ ശിക്ഷണം മനസ്സിൽ ധാരണ ചെയ്തുകൊണ്ട് എല്ലാവർക്കും മുന്നോട്ട് പോകണം. ഇത്ര മാത്രമാണ് ഞാൻ പറയുന്നത്. എന്താണോ ബാബയും ദാദിമാരും മുതിർന്നവരും പഠിപ്പിച്ചത് അത് പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. പിന്നെ ഞാൻ ബാബയോട് പറഞ്ഞു, ബാബ, ഇപ്പോൾ വിശേഷ പ്രോഗ്രാം നാളെ മുതൽ ആരംഭിക്കും. ബാബയുടെ ബ്രാഹ്മണ കുട്ടികളും ജ്ഞാനികളും അജ്ഞാനികളും സേവാധാരികളും എല്ലാം വന്നിരിക്കുകയാണ്. ബാബ ഒരു സെക്കൻഡ് നോക്കിക്കൊണ്ട് പറയുവാൻ തുടങ്ങി, കുട്ടി, സമയത്തെ കാണുമ്പോൾ ബാബയുടെ വീട്ടിൽ ഇത്രയും പ്രോഗ്രാംസ് നടക്കുന്നു. ഇത് മനസ്സിലാക്കൂ.
അന്തിമത്തിലെ ദൃശ്യം കുട്ടികളായ നിങ്ങൾ ലോകത്തിനു മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ ഒരു ദൃശ്യം എമർജ് ചെയ്തു. ബാബ ഇങ്ങനെ കാണിച്ചു തന്നു. എവിടെയോ വളരെയധികം തീ ആളി പടരുന്നുണ്ടായിരുന്നു. എവിടെയോ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. പ്രകൃതിയുടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോലെ. എപ്പോഴാണോ ഇപ്രകാരത്തിലുള്ള അവസ്ഥ ഉണ്ടാകുന്നത്, അപ്പോൾ ലോകത്തുള്ളവർ ശാന്തിയുടെ നേർക്ക് ഓടുന്നു. ശാന്തി ലഭിച്ചതിനു ശേഷം സുഖത്തിൻ്റെ അനുഭൂതി സ്വയം തന്നിൽ ഉണ്ടാകുന്നു. ബാബ പറഞ്ഞു, കുട്ടികളെ, ലാസ്റ്റ് സമയം വന്നെത്തിയിരിക്കുകയാണ്. ബാബയുടെ എത്ര തന്നെ സേവാ കേന്ദ്രങ്ങളുണ്ടോ, സെൻറ്റേഴ്സ് ഉണ്ടോ, ബാബയുടെ ചെറുതോ വലുതോ ആയ സ്ഥാനങ്ങളുണ്ടോ, ബാബയുടെ വീടുണ്ടോ? മധുബനാണെങ്കിൽ പരിധിയില്ലാത്തതാണ്. പരിധിയില്ലാത്ത വീട്ടിൽ ഒരുമിച്ച് ഇത്രയും പ്രോഗ്രാംസും കാര്യങ്ങളും നടക്കുന്നു. ബാബയും വദനത്തിലിരുന്ന് ഇത്രയും തിരക്കിലാവുന്നു. ചിലപ്പോൾ ബാബ ഇവിടെ ചുറ്റി സഞ്ചരിക്കുന്നു, ചിലപ്പോൾ അവിടെ ചുറ്റി സഞ്ചരിക്കുന്നു. ഇടയ്ക്ക് ഭക്തരുടെ ആശ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പോകുന്നു. ഇടയ്ക്ക് കുട്ടികളുടെ അടുത്ത് എത്തിച്ചേരുന്നു. ബാബ ഇത്രമാത്രം ചുറ്റി സഞ്ചരിക്കുന്നു. എല്ലാവർക്കും പ്രേരണ നൽകിക്കൊണ്ടിരിക്കുന്നു. ബാബ പറഞ്ഞു, വരാൻ പോകുന്ന സമയത്ത് ബാബയുടെ വീട്, ബാബയുടെ സെൻറ്റർ എല്ലാം അസൈലം, അഭയസ്ഥാനം ആകാൻ പോകുന്നു. കാരണം തീ ആളിക്കത്തും, ഹിംസ ഉണ്ടാകും. എന്തുണ്ടായാലും ആത്മാക്കൾ എവിടെ ഓടിപ്പോകും? കുട്ടികൾ എവിടെ പോകും? ബാബ പറഞ്ഞു, അതിനാൽ കുട്ടികളെ, ഇപ്പോൾ സമയം സമീപം വന്നെത്തിയിരിക്കുന്നു. കുട്ടികളായ നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്ര ബ്രാഹ്മണരായ കുട്ടികളാണ് ബാബയുടെ അടുത്ത് അഡ്വാൻസ് പാർട്ടിയിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ബാബയ്ക്കും പുതിയ രാജധാനി ഇപ്പോൾ വേഗം വേഗം തയ്യാറാക്കേണ്ടതുണ്ട്. ബാബയും ആ പ്രയത്നത്തിൽ, ആ സേവനത്തിൽ മുഴുകിയിരിക്കുകയാണ്. ഇപ്രകാരം പറഞ്ഞ ശേഷം ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാബയും വിശേഷിച്ച് അവധേഷ് ദീദിയെയും ഭോഗ് സ്വീകരിപ്പിച്ചു. ദീദി ഭോഗിൻ്റെ നേർക്ക് നോക്കിക്കൊണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ വളരെയധികം സന്തോഷിക്കുവാൻ തുടങ്ങി. ബാബു പറഞ്ഞു, ഈ കുട്ടിക്ക് തൻ്റെ ജീവിതകാലത്തിൽ കഴിക്കുന്നതിൻ്റെയും കഴിപ്പിക്കുന്നതിൻ്റെയും താല്പര്യം ഉണ്ടായിരുന്നു. ബാബ പറഞ്ഞു, ബാബയുടെ വീട്ടിൽ നിന്ന് ഒരു കണം വന്നാൽ പോലും ബാബ തൻ്റെ കുട്ടികളെ ഭോഗ് സ്വീകരിപ്പിച്ച് തൃപ്തമാക്കുന്നു. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ബാബ എല്ലാ ബ്രാഹ്മണരായ കുട്ടികൾക്കും എത്തിച്ചേർന്ന അതിഥികൾക്കും എല്ലാവർക്കും വളരെയധികം സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. സർവരെ പ്രതിയുമുള്ള, ദീദിയെ പ്രതിയുമുള്ള സ്നേഹസ്മരണകളും ഭോപ്പാൽ നിവാസികളായ സഹോദരി സഹോദരന്മാരെ പ്രതിയുള്ള സ്നേഹസ്മരണകളും സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.